ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നന്ദയുടെയും ഗൗതത്തിന്റെയും ഇന്നത്തെ കഥയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് കടക്കാം. അങ്ങനെ നന്ദ ഹോസ്പിറ്റലാണ്. നന്ദ ഹോസ്പിറ്റലിൽ VK സാറുമായിട്ട് VK സാറിന്റെ കഥയൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. VK സാറിന് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ് അല്ലെ. VK സാറിന്റെ അഭിനയം അടിപൊളിയാണ്. VK സാറും നന്ദയും തമ്മിലുള്ള ഒരു കോംബോയും നല്ല ഒരു പെർഫെക്റ്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു എന്ന് പറയാം. അപ്പൊ ആ ഒരു VK സാറെ കഞ്ഞി കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇരിക്കുന്ന സ്റ്റൈലും ആ പുസ്തകം വായിക്കാനൊക്കെ കിടക്കണ സ്റ്റൈലും ഒക്കെ VK സാറ് എന്ന ആ ഒരു വ്യക്തിയെ കൂടുതൽ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് കയറ്റുകയാണ്. എന്തായാലും അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ VK സാറിന്റെ ജീവിത കഥയാണ് പറയുന്നത്. തന്റെ ആദ്യ ഭാര്യ ഇപ്പം മറ്റൊരിടത്ത് നല്ലതുപോലെ ജീവിക്കുന്നുണ്ടാവാം, മക്കളും ഒക്കെ ആയിട്ട് ഭർത്താവും ഒക്കെ ആയിട്ട് ജീവിക്കുന്നുണ്ടാകും. ഒരിക്കലും ഞാൻ അവളെ കുറ്റം പറയില്ല. അത് ഒരു സ്ത്രീയുടെ ഗതികേട്. കാരണം അവളുടെ ഒരു രാക്ഷസി തള്ളയുണ്ടായിരുന്നു. ആ തള്ളയാണ് എല്ലാത്തിനും കാരണം. നമ്മുടെ അരുന്ധതി അമ്മയെക്കുറിച്ചാണ്, അമ്മായിയെക്കുറിച്ചാണ് ഈ പറയുന്നത്, വല്യമ്മയെക്കുറിച്ചാണ് ഈ പറയുന്നതെന്ന് നമ്മുടെ നന്ദയ്ക്ക് മനസ്സിലായി. ശരിക്കും ആ ഒരു രാക്ഷസി രൂപം തന്നെയാണ് ചില സമയത്ത് നന്ദയുടെ മുന്നിലും ഇവരെ എടുക്കുന്നത്. കൊമ്പൊക്കെ ഉള്ള രാക്ഷസി ചില സമയത്ത് നമുക്കും അങ്ങനെ തോന്നാറുണ്ട്. എന്തായാലും ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മുടെ സാന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. സാന്ദ്ര കുറച്ചു നേരം ഇവരുടെ നോക്കി നിൽക്കൂട്ടോ. ഇതെന്താണ്, നന്ദയ്ക്ക് ഇതിന് മാത്രം അടുപ്പമുള്ളത് ഇതാരാണ് എന്നിങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ പുള്ളി കഞ്ഞിയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പുള്ളിയുടെ കഞ്ഞി കുറച്ച് മേത്തേക്ക് വീഴുമ്പോൾ നന്ദയെ തുടച്ചു കൊടുക്കാനായിട്ടും ഒക്കെ ഇങ്ങനെ ആ സാറിനോട് അത്രയ്ക്കധികം അടുപ്പം, തൻ്റെ പ്രിയേച്ചിയുടെ ഹസ്ബൻഡ് എന്നൊരടുപ്പം കൂടി ഇനിയിപ്പം നന്ദ കാണിക്കുകയാണ്. അപ്പോൾ സാന്ദ്ര ഇതൊക്കെ കണ്ടുകൊണ്ട് ഇതാരാണപ്പാ പുതിയൊരു ഒരു അതിഥി നന്ദയുടെ ജീവിതത്തിലേക്ക് ഇത്ര ഇൻറ്റിമേറ്റ് ആയിട്ട് നന്ദ ഇയാളോട് പെരുമാറാനും മാത്രം ആരാണ് എന്നൊക്കെ അറിയാനായിട്ട് സാന്ദ്ര എന്ത് ചെയ്തു, മാറി നിന്നിട്ട് നമ്മുടെ പിങ്കിയെ വിളിച്ചിട്ട് അപ്പോൾ നീ ഇതെവിടെയാ, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. പിന്നെ നീ എന്താ ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോയി, ഇവിടെ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ഇങ്ങനെ, പിന്നെ നീ എന്തിനാ ഹോസ്പിറ്റലിലേക്ക് പോയത് എന്നിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ചെക്കപ്പിന് വരണമെന്ന് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വന്നതായിരുന്നു. എന്തായാലും വന്ന് നന്നായി, ഒരു അസുലഭ കാഴ്ച കാണാൻ എനിക്ക് പറ്റി എന്നിങ്ങനെ പറയാം. അപ്പോഴേക്കും അതെന്ത് കാഴ്ചയാണ് എന്ന് പിങ്കി ഇങ്ങനെ ചോദിച്ചു. നീ വ്യക്തമായിട്ട് കാര്യം പറയാൻ പറഞ്ഞപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, അല്ല നിന്റെ പ്രിയതമൻ എവിടെ പോയി, ഗൗതം എവിടെ എന്ന് ചോദിച്ചപ്പോഴത്തേനും ഗൗതം എവിടെയൊക്കെ തന്നെയുണ്ട്, ഗൗതം നന്ദയുടെ വാലയെ കെട്ടി ഇങ്ങനെ അടപ്പുണ്ട്, നന്ദ അതിന് അവിടെ ഉണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴേക്കും നന്ദ ഇപ്പം ഇവിടെയില്ല, നന്ദ ഹോസ്റ്റലിലും കണ്ട ഏതോ കൂട്ടുകാരിയെ കാണാൻ വേണ്ടി പോയിരിക്കുക. കൂട്ടുകാരിയോ കൂട്ടുകാരനോ എന്ന് സാന്ദ്ര ഇങ്ങനെ ചോദിക്കട്ടോ. നീ എന്താ അങ്ങനെ ചോദിച്ചേ എന്ന് പിങ്കി ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അല്ല നന്ദ ഏത് കുട്ടിയെ കാണാനാ പോയെന്ന് പറഞ്ഞില്ലേ, അവൾ കൂട്ടുകാരിയെ കാണാൻ തന്നെയാണോ പോയത്, അറിയാൻ പാടില്ല, അവൾ പേഴ്സണൽ കാര്യത്തിനാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയതാ. ഗൗതത്തിന് അവൾ പണി തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. ഗൗതത്തിന് ഒരു ബഹുമാനമില്ലാത്ത രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. എവിടെ പോവാന്ന് ചോദിച്ചപ്പോഴേക്കും പേഴ്സണൽ കാര്യത്തിനാണെന്ന് പറഞ്ഞിട്ട് പോവാ ചെയ്തത്. എന്നിട്ട് ചോദിച്ച് ഗൗതം എല്ലാവരുടെയും മുന്നിൽ വെച്ച് നാണം കെട്ടുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഗൗതം ചോദിച്ചതും ഒരു കൂട്ടുകാരിയെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ടും എന്തിനാന്ന് പോലും ചോദിച്ചിട്ട് അവൾ പറഞ്ഞിട്ടില്ല. അവളുടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന നമ്മുടെ മനസമാധാനം പോവുള്ളൂ, എന്തിനാ വെറുതെ അവളുടെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ് പിങ്കി. അപ്പോഴേക്കും സാന്ദ്ര പറഞ്ഞു, എന്തായാലും നിനക്ക് മനസമാധാനം കിട്ടുന്നൊരു കാര്യം ഞാൻ പറയട്ടെ എന്നിങ്ങനെ ചോദിക്കാം. ഞാനൊരു ഫോട്ടോ അയച്ചുതരാം, നീ അതൊന്ന് നോക്കാനായിട്ട് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ അവൾ വാട്സപ്പിൽ ആ ഫോട്ടോ അയച്ചതെന്ന് നോക്കുക കേട്ടോ. നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഇതാരാ എന്ന് പിങ്കി ഇങ്ങനെ ചോദിക്കുകയാണ്. അതാരാന്നൊന്നും എനിക്കറിയാൻ പാടില്ല. എന്തായാലും നന്ദ ഇപ്പോൾ ഹോസ്പിറ്റലാണ്, ഇയാളെ കാണാൻ വേണ്ടിയിട്ടാണ് നന്ദ ഹോസ്പിറ്റലിലേക്ക് വന്നത്. അല്ല നന്ദ എന്തിനാ ഇയാളെ കാണാനായിട്ട് ഹോസ്പിറ്റലിൽ വന്നത്, എന്തിനാ നന്ദ കള്ളം പറഞ്ഞത്, അതിലെന്തോ കാര്യമില്ലേ, എന്തായാലും നിനക്ക് ഇത് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്തോ, നിന്റെ ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഞാൻ നിനക്ക് തന്നാണ്. ഒരു കാരണവശാലും ഗൗതം അറിയരുത് ഞാനാ ഇത് പറഞ്ഞു തന്നതെന്ന്. എനിക്കിനി പോലീസ് സ്റ്റേഷനിൽ പോയി നിൽക്കാൻ പറ്റില്ല കേട്ടോ എന്നൊക്കെ സാന്ദ്ര ഇങ്ങനെ പറയുന്നുണ്ട്. ഇല്ല, എന്തായാലും അവൾ ഇത് എന്തിനാ ഈ കള്ളം പറഞ്ഞത്, ഇതിൽ എന്തോ കള്ളത്തനുണ്ടെന്ന് എനിക്ക് മനസ്സിലായിരുന്നു, എന്തിനാണ് അവൾ ഈ കള്ളം പറഞ്ഞതെന്ന് എനിക്കൊന്ന് അറിയണം. എന്തായാലും ഇത് ഗൗതത്തിന്റെ കയ്യിലേക്ക് ഞാൻ എത്തിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഈ ഫോട്ടോ ഇപ്പോൾ കാണിക്കൊന്നും വേണ്ട, ഏതോ ഒരു ആണിനെ കാണാൻ പോയി എന്നൊക്കെ പറഞ്ഞാൽ മതി. ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ പ്രായമായ ഒരാളാണ്, വേറെ എന്തെങ്കിലും നന്ദ പറയും. എന്തായാലും ഗൗതവും നന്ദയും തമ്മിൽ പിരിക്കാനായിട്ടുള്ള ഒരു പക്ക ഐഡിയ തന്നെയായിരിക്കും ഇത്, നീ ഒന്ന് ശ്രമിച്ചു നോക്കാനായിട്ട് ഇങ്ങനെ പറയുകയാണ്. എന്തായാലും നമ്മുടെ പിങ്കി ഇങ്ങനെ ഫോൺ വിളിച്ചങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഗൗതം അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഗൗതം അങ്ങോട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗൗതം ഒന്ന് നിന്നേ എന്നും പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി പിടിച്ച് നിർത്തുകയാണ്.
അവിടേക്കും ഗൗതം അവിടെ നിന്നു. എന്താ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, അല്ല പ്രിയപ്പെട്ട ഭാര്യ പേഴ്സണൽ കാര്യമാണെന്നും പറഞ്ഞ് ഏതോ കൂട്ടുകാരിയെ കാണാനായിട്ട് ഹോസ്റ്റലിലേക്ക് പോയില്ലേ? അപ്പോഴേക്കും പോയി. അല്ല അവളുടെ പേഴ്സണൽ കാര്യമാണെന്ന് എടുത്തെടുത്ത് പറഞ്ഞു. എന്താണ് ഇത്ര പേഴ്സണൽ കാര്യം? ഗൗതം അറിയേണ്ടാത്ത എന്ത് കാര്യമാണ് ഒരു ഭാര്യ ഒക്കെയുള്ളത്? ഭർത്താവ് അറിയേണ്ടാത്ത എന്ത് കാര്യമാണുള്ളത്? ഇതാണോ നീ നന്ദ പറയുന്ന ഭാര്യാധർമ്മം? പതിവ്രതയായ ഭാര്യ ഇങ്ങനെയാണോ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും നീ കൂടുതൽ നന്ദയെക്കുറിച്ച് സംസാരിക്കാനായിട്ട് വരണ്ട. അവൾ അവളുടെ ഇഷ്ടത്തിനനുസരിച്ച്, അല്ലെങ്കിൽ അവളുടെ വ്യക്തിത്വം ഉണ്ട്, അല്ലെങ്കിൽ അവളുടെ സ്വാതന്ത്ര്യമുണ്ട്, അതിനനുസരിച്ച് അവൾ പൊക്കോട്ടെ. അതിലെനിക്കൊരു ഇതുമില്ല. അവളൊരിക്കലും തെറ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ അവളൊരിക്കലും എന്നോട് വിശ്വാസവഞ്ചന കാണിക്കില്ല എന്ന് എനിക്കറിയാം. എനിക്കത് മതി. എന്തായാലും അവൾ നല്ലതിനല്ലാതെ ചെയ്ത പ്രവൃത്തിയൊന്നും ചെയ്യില്ല എന്നിങ്ങനെ പറയണം. തെറ്റൊന്നും അവൾ ചെയ്യില്ല എന്ന് എനിക്ക് ഉറപ്പാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അവൾക്ക് നല്ലൊരു വ്യക്തിത്വം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പിങ്കി ചോദിച്ചു, അപ്പോൾ എനിക്കാണോ വ്യക്തിത്വം ഇല്ലാത്തത്? അപ്പോൾ ഗൗതം പറഞ്ഞു, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ല ഗൗതം പറഞ്ഞതിന് അങ്ങനെ ഒരു ധ്വനി കൂടിയുണ്ട്. അപ്പോഴേക്കും ഗൗതം പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങനെ, പിങ്കിക്ക് ഇപ്പം എന്താ വേണ്ടത്? എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞ് ഗൗതം പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഗൗതം അവിടെ നിന്ന് നിന്നേ. അല്ല പ്രിയപ്പെട്ട ഭാര്യയോട് ഒരു കാര്യം ചോദിച്ചു നോക്കണം. ഏത് കൂട്ടുകാരിയാണ് ഹോസ്പിറ്റലിൽ കിടക്കുന്നതെന്ന്? കൂട്ടുകാരിയെ കാണാനായിട്ട് പോയി അവൾ ഫുഡൊക്കെ കൊണ്ടുപോയി കൊടുത്തത് ഒരു കൂട്ടുകാരനാണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഹോസ്റ്റലിലേക്കാണെന്നും പറഞ്ഞ് പോയ അവളെ ഹോസ്പിറ്റലിലാണ് എത്തിയിരിക്കുന്നത്. ഒരു കൂട്ടുകാരനാണ് കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിന് മാത്രം ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഏത് കൂട്ടുകാരനാണ് അവൾക്കുള്ളത്? അതെന്തിനാണ് ഗൗതത്തിൽ നിന്ന് മറച്ചു വെക്കുന്നത്? ഇതിനുള്ള ഒരു ഉത്തരം കൂടി ഒന്ന് ഗൗതം അവളോട് ചോദിച്ചിട്ട് എനിക്കൊന്ന് തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പിങ്കി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഗൗതം അന്തം വിട്ട് പോയിട്ടോ. നന്ദ അങ്ങനെ ചെയ്യുമോ? അപ്പം നീ ഞങ്ങളെ തമ്മിൽ തെറ്റിക്കാനുള്ള പരിപാടിയിലല്ലേ എന്ന് ചോദിച്ചപ്പോൾ, ഒരിക്കലും അല്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല. ചോദിച്ചു നോക്കാം, നന്ദ വരുമ്പോൾ ചോദിച്ചു നോക്കിയാൽ നന്ദ എന്തായാലും കള്ളം പറയില്ലല്ലോ. നന്ദയെ കൈയോടെ പിടികിട്ടെന്ന് അറിയുമ്പോൾ അതാരാണെന്ന് മനസ്സിലാവും. എന്തായാലും ഒരു കുഴപ്പമില്ലാതെ അവള് ഒരു കൂട്ടുകാരനെ കാണാനായിട്ട് പോയി എന്ന് പറയുന്നതിൽ എന്താണ് ഇത്ര കുഴപ്പമുള്ളതെന്ന് എനിക്കറിയാൻ പാടില്ല. അതിന് കള്ളത്തരം ഒന്നും ഇല്ലെങ്കിൽ അവൾക്ക് പറയാൻ പാടില്ലേ? 18 ബോയ്സിൻ്റെ കൂടെ ടൂർ വിടാനായിട്ട് ഗൗതം അത്ര വിശാല മനസ്കനല്ലേ? അപ്പോൾ ഒരു കൂട്ടുകാരനൊരു ഉച്ചയ്ക്ക് ഫുഡ് എന്തെങ്കിലും കൊണ്ട് കൊടുത്തു എന്ന് പറയുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയ രോഗിക്കൊരു ഫുഡ് കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വല്ലതും പറയോ? ഇല്ല. അപ്പോൾ ഇതെന്തോ ഒളിക്കാനുള്ളതുകൊണ്ടല്ലേ ഗൗതം എന്നൊക്കെ ചോദിച്ച് ഗൗതത്തിന്റെ മനസ്സിലേക്ക് ഒരു കനൽ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മുടെ പിങ്കി അങ്ങോട്ട് കയറി പോവാട്ടോ. പിങ്കി അകത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഭയങ്കര ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കാം നന്ദ ഇങ്ങനെ ഒരു പരിപാടി കാണിച്ചത്, ആ ഒരു പെണ്ണ് കാണലിനെ എതിർത്തത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ലക്ഷ്മി വന്നിട്ട് പറഞ്ഞു, അത് പ്രിയയുടെ സങ്കടം കണ്ടിട്ടാണ്, അല്ലാതെ മറ്റൊന്നുമല്ല, വേറൊന്നും ഇനി ചിന്തിച്ചു കൂട്ടേണ്ട കാര്യമില്ല. മാത്രമല്ല അവൾ ഇനിയോട്ട് എതിർക്കുമില്ല. പ്രിയയ്ക്ക് സമ്മതമാണെങ്കിൽ അവൾ എതിർക്കേണ്ട കാര്യമില്ലല്ലോ. പ്രിയ സമ്മതിക്കുകയാണെങ്കിൽ ഈ വിവാഹം നടക്കുക തന്നെ ചെയ്യും എന്നൊക്കെ ലക്ഷ്മി ഇങ്ങനെ പറയാണ്. അപ്പോഴേക്കും പിങ്കി പറഞ്ഞു, അതിന് സമ്മതിക്കത്തില്ലല്ലോ, അവള് നന്ദ അതിന് സമ്മതിച്ചിട്ട് വേണ്ടേ? പ്രിയേച്ചിയെ കൊണ്ട് പ്രിയേച്ചിയുടെ മനസ്സ് മാറാനായിട്ട് നന്ദ സമ്മതിക്കത്തില്ല. നോക്കിക്കോ, ഈ നന്ദ ഒരാൾ കാരണം ഈ കല്യാണം മുടങ്ങാനാണ് ചാൻസ് എന്നൊക്കെ പിങ്കി പറഞ്ഞപ്പോഴേക്കും അരുന്ധതി പറഞ്ഞു, എന്നാ ഞാൻ അവളെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കും എന്നാ അരുന്ധതി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പറയണം. അവൾ പോയിരിക്കല്ലേ, അവൾ വരട്ടെ, അവളുടെ ഉദ്ദേശം എന്താണെന്ന് എനിക്കൊന്ന് അറിയണം. എന്തായാലും ഇത്രയും നാളും കാത്തിരുന്ന ആ കല്യാണത്തിന്റെ ആ ഒരു പെണ്ണ് കാണലിന് നന്ദ പ്രിയ സമ്മതിച്ചു. അത് ഈ പിങ്കിമോള് പറഞ്ഞിട്ടല്ലേ സമ്മതിച്ചത്, വേറെ നന്ദ പറഞ്ഞു അവള് വലിയ ആളായിട്ട് അവള് പറയാന്ന് പറഞ്ഞു. ഗൗതം പറഞ്ഞിട്ട് പോലും സമ്മതിക്കാതെ പിങ്കിമോള് പറഞ്ഞു സമ്മതിപ്പിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദാ കിടക്കണം നന്ദ വന്നിട്ട് ഇടങ്കോലിട്ടേക്കുക. അപ്പോഴേക്കും നമ്മുടെ പിങ്കി പറഞ്ഞു, അത് അവളുടെ അസൂയ കൊണ്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞിട്ടാണല്ലോ ഇപ്പൊ പ്രിയേച്ച് സമ്മതിച്ചത് പെണ്ണ് കാണല്ലോ. അപ്പൊ കല്യാണം നടന്നു കഴിഞ്ഞാലും ആ ക്രെഡിറ്റ് അമ്മായി എനിക്ക് തരൂലോ. അതെന്തായാലും അവൾക്ക് അത്ര ഇഷ്ടമല്ല. ആ ക്രെഡിറ്റ് ഈ കുടുംബക്കാരെ എനിക്ക് തരുന്നത് അവൾക്ക് ഇഷ്ടമില്ല. എന്നിട്ട് തന്നെയാണ് അവൾ ഈ കല്യാണത്തെ എതിർക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഇവരെ തെറ്റിദ്ധരിപ്പിക്കുക കേട്ടോ. അങ്ങനെ എന്തായാലും അവളിങ്ങ് വരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണ സമയത്താണ് നമ്മുടെ നന്ദ കയറി വരുന്നത്. നന്ദ കയറി വന്നിട്ട്, കഴിഞ്ഞോ നിന്റെ പേഴ്സണൽ കാര്യം എന്ന് അരുന്ധതി ഇങ്ങനെ ചോദിക്കുക. അപ്പോഴേക്കും നന്ദ പറഞ്ഞു, കഴിഞ്ഞില്ലേ പിന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ എന്ന് പറഞ്ഞ് നന്ദ അകത്തേക്ക് കയറി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും, അല്ല നീ അവിടെയൊന്ന് നിന്നേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്, നീ ചെയ്തത് ശരിയാണെന്ന് നിനക്ക് തോന്നണുണ്ടാവും. ഈ ഗൗതത്തിനോട് പേഴ്സണൽ കാര്യമാണെന്നൊക്കെ പറഞ്ഞു പോയത് ഒട്ടും ശരിയായില്ല നന്ദ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അരുന്ധതി, ഇങ്ങനെയൊന്നും അല്ല ഒരു പെണ്ണ് ഒരു വീട്ടിൽ കാണിക്കേണ്ടത്, കയറി വന്ന വീട്ടിൽ കാണിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദി ചോദിച്ചു, അങ്ങനെയുണ്ടോ? കയറി വന്ന വീട്, കയറി വരാത്ത വീട്, അങ്ങനെയുണ്ടോ? ഒരു പെണ്ണ് എന്തൊക്കെയാണ് വീട്ടിൽ കാണിക്കേണ്ടതെന്നും നിയമസംഹിതയൊന്നും ഇല്ലല്ലോ. തെറ്റായ കാര്യമൊന്നും ചെയ്യാതിരുന്നാൽ മാത്രം പോരെ. അവനവന് തോന്നുന്ന അല്ലെങ്കിൽ അവനവന്റെ അഭിപ്രായത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആരുടെ അനുവാദമാണ് വേണ്ടത്? ഗൗതം സാറ് എനിക്കതിനുള്ള സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്.
അപ്പോഴേക്കും മോഹിനി പറഞ്ഞു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ മറ്റൊരു കാര്യം ചോദിക്കട്ടെ. അല്ല, പെട്ടെന്ന് പ്രിയയെ വിവാഹത്തിന് സമ്മതിപ്പിച്ച് പെണ്ണ് കാണാനായിട്ട് വലിയ കാര്യത്തിൽ നിന്ന് നീ എന്താ പെട്ടെന്ന് എടുത്ത് മലക്കം പറഞ്ഞത്? പ്രിയയെ വിവാഹത്തിന് സമ്മതിക്കില്ല, പ്രിയയുടെ ആ പെണ്ണ് കാണൽ വേണ്ട എന്നൊക്കെ പറയാൻ കാരണം എന്താ? നീ ഒരാൾ കാരണം പ്രിയയുടെ മനസ്സങ്ങാണം മാറിയാലുണ്ടല്ലോ. അപ്പോഴേക്കും നന്ദ പറഞ്ഞു, പ്രിയേച്ചിയുടെ മനസ്സൊന്നും മാറാൻ പോണില്ല. പ്രിയേച്ചിയുടെ മനസ്സ് എന്തായിരുന്നോ അത് തന്നെയായിരിക്കും ഇനിയും. പ്രിയേച്ചി ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല, അതിപ്പോ ഞാൻ പറഞ്ഞാലും ഇല്ലെങ്കിലും. എന്തായാലും പ്രിയേച്ചിയുടെ ഈ ഒരു ഇതിന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കുകയില്ല എന്ന് നന്ദ ഇങ്ങനെ പറയാം. അപ്പോഴേക്കും നമ്മുടെ പിങ്കി പറഞ്ഞു, അതമ്മായിക്ക് മനസ്സിലായില്ലേ, ആ വിവാഹം മുടങ്ങണമെന്ന് തന്നെ ഇവളുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് തന്നെ ഇവള് അങ്ങനെയൊക്കെ കാണിച്ചത്. കാരണം ഞാനാണല്ലോ പ്രിയേച്ചിയെ പെണ്ണ് കാണലിന് സമ്മതിപ്പിച്ചത്. അപ്പൊ ആ ക്രെഡിറ്റ് എനിക്ക് കിട്ടിപ്പോയാലോ എന്ന് ഓർത്തുകൊണ്ട് ഈ കല്യാണം മുടക്കാൻ തന്നെയാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദ പറഞ്ഞു, അതെ, പിങ്കി പറഞ്ഞത് ശരി തന്നെയാണ്, ആ കല്യാണം മുടക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. പ്രിയേച്ചിക്ക് ഇഷ്ടമല്ലാതെ ഈ വിവാഹം നടക്കത്തില്ല. പ്രിയേച്ചിക്ക് എന്തായാലും അയാളെ ഇഷ്ടാവില്ല എന്ന് എനിക്കും അറിയാം. പിന്നെന്താ, അതുകൊണ്ട് പ്രിയേച്ചിയുടെ ഈ ഒരു കല്യാണം നടത്താതിരിക്കാനായിട്ട് ഞാൻ എന്തും ചെയ്യും. എന്നെ കൊണ്ടാകുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കും. അതിപ്പോ ആരെതിർത്തിട്ട് ഒരു കാര്യമില്ല എന്ന് നന്ദ ഇങ്ങനെ പറയാട്ടോ. എടി, നീ എൻ്റെ എത്ര നാളത്തെ ആഗ്രഹമാണ് എൻ്റെ മോളുടെ ഒരു ജീവിതം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതി ചാടി എഴുന്നേക്കുക. അപ്പോഴേക്ക് ആ മകളെക്കുറിച്ച് ഇത്രയധികം ചിന്തയുണ്ടായിരുന്ന അമ്മയാണെങ്കിൽ മകളുടെ ഇഷ്ടപ്പെട്ട ജീവിതം തച്ചുടയ്ക്കാനായിട്ടാണോ ശ്രമിക്കുന്നത്? അല്ലല്ലോ. എന്തായാലും വല്യമ്മ ചെയ്ത തെറ്റിനല്ലേ പ്രിയേച്ചി ഇപ്പൊ തനിയെ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയേച്ചി ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ജീവിതത്തിലേക്ക് എന്തിനാ തള്ളിവിടുന്നത്? ആ പ്രിയേച്ചിയുടെ മനസ്സറിഞ്ഞ് പ്രിയേച്ചിയുടെ സ്വന്തം അമ്മയായിട്ട് കൂടെ നിൽക്കുക. പ്രിയേച്ചിയുടെ മനസ്സിലെ ആ ഒരു ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കുക. ഒരമ്മയാണെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ പ്രിയേച്ചിയുടെ ഇഷ്ടമില്ലാത്ത പ്രിയേച്ചിയുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യല്ല വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയാട്ടോ. ഇത്രയധികം പ്രിയേച്ചിയെ ദ്രോഹിക്കാനും മാത്രം സ്വന്തം മകള് തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും എടി നീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അരുന്ധതി. അപ്പോഴേക്കും ലക്ഷ്മി പെട്ടെന്ന് നന്ദ എന്തൊക്കെ ഈ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സങ്കടം കൊണ്ടാണ്. പ്രിയേച്ചിയുടെ മനസ്സും ആ വേദനയും നമ്മളൊക്കെ കണ്ടതല്ലേ. എന്നിട്ടും ആ കല്യാണത്തിന്റെ പ്രിയേച്ചിയെ നിർബന്ധിക്കാനായിട്ട് എനിക്കിനി പറ്റില്ല, ഞാനൊട്ട് സമ്മതിക്കത്തുമില്ല എന്ന് പറഞ്ഞിട്ട് നന്ദ അങ്ങോട്ട് കയറി പോവാട്ടോ. ഇതേ സമയം നന്ദ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അവളുടെ അഹങ്കാരം കണ്ടോ, ഇത് വല്യമ്മയോടുള്ള പ്രതികാരമാണ്. വല്യമ്മായി അവളെ ഈ വീട്ടിൽ നല്ല രീതി ഗൗതത്തിന്റെ ഭാര്യയായിട്ട് ആദ്യമൊന്നും അംഗീകരിച്ചില്ലല്ലോ. മാത്രമല്ല വല്യമ്മയ്ക്ക് ഇപ്പോഴും വലിയ താല്പര്യമൊന്നുമില്ലല്ലോ അവളോട്, അതിനുള്ള പ്രതികാരമാണ്. അല്ലെങ്കിൽ പിന്നെ നോക്കിയപ്പോൾ പ്രിയേച്ചിയുടെ മനസ്സിൽ കൂടി ഇപ്പം എന്തെങ്കിലും ഇഷ്ടമുള്ള പ്രിയേച്ചിയുടെ മനസ്സ് കൂടി അവൾ പറഞ്ഞ് തിരുത്തുകയുള്ളൂ. ഒരിക്കലും അമ്മയെ സ്നേഹിക്കണ ഒരു രീതിയിലേക്ക് പ്രിയേച്ചിയെ കൊണ്ട് എത്തിക്കത്തില്ല. അമ്മ, അതായത് നമ്മുടെ അരുന്ധതിയെ അമ്മയെ വെറുത്തുകൊണ്ടേയിരിക്കും എന്ന് പിങ്കി ഇങ്ങനെ പറയാട്ടോ. അപ്പം നമ്മുടെ ലക്ഷ്മി പറഞ്ഞു, പിങ്കി നീ ഓരോന്നിങ്ങനെ പറഞ്ഞ് എരി കയറ്റി കൊടുക്കല്ലേ. അപ്പം മോഹിനി ചോദിച്ചാൽ എരി കയറ്റി കൊടുക്കണാണോ? ഉള്ള കാര്യം പിങ്കി മോള് പറയുന്നതല്ലേ, പിങ്കി മോള് പറയുന്നത് സത്യം തന്നെയാ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മോഹിനിയും നമ്മുടെ ലക്ഷ്മിക്ക് ദേഷ്യം വന്നങ്ങോട്ട് മാറിപ്പോവാണ്. ഇതേ സമയം പ്രിയ ഇങ്ങനെ ആലോചിക്കുകയാണ്, എന്തായിരിക്കാം നന്ദ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം, അല്ലെങ്കിൽ എന്തായിരിക്കാം നന്ദ ഇങ്ങനെ പറയുന്നത്. നന്ദയ്ക്ക് പെട്ടെന്ന് ഒരു 3 മിനിറ്റിനുള്ളിൽ മനസ്സ് മാറണമെങ്കിൽ എന്തായിരിക്കാം അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ നമ്മുടെ പ്രിയ ഇങ്ങനെ ആലോചിക്കുക കേട്ടോ. എന്തായാലും നമ്മുടെ നന്ദ വലിയ കാര്യത്തിന് അകത്തേക്ക് കയറി ചെല്ലുന്നതാണ്. ഗൗതം ഒരിച്ചിരി പരിഭവത്തിലായിരിക്കുമെന്ന് നന്ദയ്ക്ക് അറിയാം. ആ ഒരു ദേഷ്യത്തിനാണ്, ആ പെണ്ണ് കാണിച്ച ആ ദേഷ്യത്തിനാണ് നന്ദ പിണങ്ങി ആ ഒരു പേഴ്സണൽ കാര്യമാണെന്നൊക്കെ പറഞ്ഞ് പോയത്. ഇല്ലെങ്കിൽ ഗൗതത്തിനോട് പറഞ്ഞിട്ടേ പോവുള്ളായിരുന്നു. എന്തായാലും ഇവളകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞിട്ട് ഗൗതം സാർ പിണക്കത്തിലാണോ പരിഭവത്തിലാണോ ഇച്ചിരി ഗൗരവത്തിലാണല്ലോ IPS എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നീ വന്നോ, നിന്റെ പേഴ്സണൽ കാര്യമൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതിലെന്തോ ഒരു കുത്തുണ്ടല്ലോ. അതേ, പെണ്ണ് കാണലിന് വേണ്ടിയിട്ട് പ്രിയേച്ചി നിർബന്ധിച്ചതിനും ആ ഒരു സമയത്ത് അത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നെ വഴക്ക് പറയുകയൊക്കെ ചെയ്തതിനെ ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എല്ലാവരുടെ മുന്നിൽ വെച്ച് എന്നെ വഴക്ക് പറയാമെങ്കിലും അല്ലെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യത്തിന് ഒരു വിലയും കൽപ്പിക്കാതിരിക്കുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ എനിക്ക് ദേഷ്യം വന്നു. അതുകൊണ്ടാണ് പേഴ്സണൽ കാര്യമാണെന്ന് പറഞ്ഞത്. പേഴ്സണൽ കാര്യമൊന്നും ആയിരുന്നില്ല. എൻ്റെ VK സാറിന് ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. ആ പുള്ളിക്കാരന് ചൂട് കഞ്ഞി വേണമെന്ന് പറഞ്ഞു, അത് കൊണ്ടു കൊടുക്കാൻ പോയി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗൗതത്തിൻ്റെ മനസ്സൊന്ന് തണുത്തത്. ഗൗതം ശരിക്കും ആശ്വസിക്കുകയാണ്. പിങ്കി ഓർത്ത് ഇവർ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാവുന്നത്. പക്ഷേ നമ്മുടെ ഗൗതമത്തിന്റെ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. എന്ത് പറ്റി ചിരിക്കുന്നത്? എന്താ ഇപ്പം ആലോചിച്ചത് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കേ ഒന്നുമില്ല, നിന്റെ വാശിയും നിന്റെ കുട്ടിത്വം ഒന്നും ഇതുവരെ മാറിയില്ലല്ലോ എന്ന് ഓർത്തതാ. അതങ്ങനെ പെട്ടെന്ന് മാറാനൊന്നും പോകുന്നില്ല. പിന്നെ
ഇനി എന്നോട് വഴക്കിന് വന്നേക്കരുത്. ഈ ഒരു തീരുമാനത്തിൽ തന്നെ ഞാൻ ഉറച്ചു നിൽക്കും. ഒരു കാരണവശാലും പ്രിയേച്ചിയുടെ വിവാഹത്തിന് ഞാൻ കൂട്ടു നിൽക്കത്തില്ല. പ്രിയേച്ചിയുടെ വിവാഹം മുടക്കാൻ ഞാൻ ശ്രമിക്കുകയും ചെയ്യും. ദേ നന്ദ എന്നും പറഞ്ഞിട്ട് ഗൗതം. അതെ, നന്ദ തന്നെയാ പറയുന്നത്. അതെ, പ്രിയേച്ചി എത്രമാത്രം മുൻ ഭർത്താവിനെ സ്നേഹിക്കുന്നുണ്ട്, മനസ്സിൽ എത്രത്തോളം കൊണ്ടു നടക്കുന്നുണ്ടെന്ന് അറിയാവോ? പ്രിയേച്ചിയുടെ ചങ്ക് പൊടിയാണ് ഞാൻ കണ്ടതാ. എന്നാൽ ആ കല്യാണത്തിന് കൂട്ടു നിൽക്കാനായിട്ട് എന്നെ കിട്ടത്തില്ല. അല്ല, പ്രിയേച്ചിയുടെ ഭർത്താവ് എന്ത് തെറ്റാ ചെയ്തിട്ടാണ് ഇവരെല്ലാവരും കൂടി പ്രിയേച്ചിയുടെ ഭർത്താവിനോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, പ്രിയേച്ചിയോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? ഈ മഹാദേവൻ വല്ലിച്ചനെ കൊല്ലാൻ വേണ്ടി, അല്ലെങ്കിൽ മഹാദേവൻ വല്ലിച്ചന്റെ മരണത്തിന് കാരണക്കാരൻ പ്രിയേച്ചിയുടെ ഭർത്താവാണ് എന്ന് കേട്ടറിവല്ലേ ഉള്ളൂ. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. വല്ല തെളിവുണ്ടോ? ഇല്ലല്ലോ. ഈ തെളിവുണ്ടോ? ആരോ പറഞ്ഞ് എന്തോ കേട്ടു, എന്നിട്ട് അതിന്റെ പിന്നാലെ അങ്ങനെയൊന്നും ഇല്ലായെങ്കിലോ, അദ്ദേഹം നിരപരാധിയാണെങ്കിലോ നിങ്ങളൊക്കെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഗൗതത്തിന് ഉത്തരവില്ല. നീ ഇനി അമ്മായിയുടെ ദേഷ്യം പിടിച്ചു പറ്റാൻ നോക്കണ്ട, അതിന് ഗൗതം ഇങ്ങനെ പറയാണ്. അപ്പോൾ ആർക്ക് എന്ത് ദേഷ്യം വന്നാലും എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും ഗൗതം സാർ, അങ്ങനെയാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഈ നന്ദ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നന്ദ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. സി ഓക്കെ, താങ്ക് യു.